Hi, it's me Shantalal. Welcome back to another informative episode of Unlearn Powered by Somia. എന്താണ് സോഷ്യൽ ലിസണിംഗ് എന്നറിയോ? വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായും പലതരത്തിൽ അത് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയായി ബന്ധപ്പെട്ട കോൺവെർസേഷനെയൊക്കെ ട്രാക്ക് ചെയ്യുന്നതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അതുപോലെ തന്നെ ബ്ലോഗ്സ്, ഫോറംസ് തുടങ്ങിയ മറ്റ് ഓൺലൈൻ ചാനൽസിനെ മോണിറ്റർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സോഷ്യൽ ലിസണിംഗ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് റിയൽ പീപ്പിളിൽ നിന്നുള്ള ഒപ്പീനിയൻസ് ആൻഡ് എങ്ങനെയാണോ നമ്മുടെ ഇൻഡസ്ട്രി പുറത്ത് നിന്ന് ആളുകൾ നോക്കി കാണുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയും കിട്ടും. ആൻഡ് മാർക്കറ്റിംഗ് സസ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബാങ്ക് ക്രിയേറ്റ് ചെയ്യാൻ തരത്തിലുള്ള എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കോമ്പറ്റീറ്റീവ് വേൾഡ് കൂടിയാണ് അല്ലെ? സോ എഫക്റ്റീവായ അപ്ഡേഷൻസ് കൊണ്ടുവരുന്നതും ഡേ ടു ഡേ ആ ഗ്രാഫ് ഇംപ്രൂവ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെ കോൺവെർസേഷൻ എങ്ങനെ എഫക്റ്റീവായി മോണിറ്റർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? അതിനാദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് കൂടുതലായി എൻഗേജ് ആവുന്നതിനെ കുറിച്ച് ഒരു ധാരണ വേണം നമുക്ക്. കാരണം നമുക്കറിയാലോ, ഇന്ന് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷേ എല്ലാവരും എല്ലാ പ്ലാറ്റ്ഫോംസിലും ഒരേ സമയം ആക്റ്റീവ് അല്ല. ഫോർ എക്സാമ്പിൾ, ഇന്ന് കമ്പാരിറ്റീവ്ലി ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൂടുതലും യൂത്ത് തന്നെയാണ്. അതുപോലെ ഫേസ്ബുക്ക് ഈ അടുത്ത കാലങ്ങളായി കൂടുതൽ ഹാങ് ഔട്ട് ചെയ്യുന്നത് സീനിയർ സിറ്റിസൺ കാറ്റഗറിയിലുള്ളവരാണ്. യൂത്ത് ഇല്ലെന്നല്ല, കമ്പാരിറ്റീവ്ലി എന്നാണ് പറഞ്ഞത്. അതുപോലെ പ്രൊഫഷണൽ കാറ്റഗറീസ് ആണെങ്കിൽ ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോംസിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത് അല്ലെങ്കിൽ ഹാങ് ഔട്ട് ചെയ്തതായിട്ട് കാണാറുള്ളത്. സോ അതുകൊണ്ട് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എവിടെയാണ് ഹാങ് ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാങ് ഔട്ട് ചെയ്യാൻ ചാൻസ് കൂടുതൽ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, വി നീഡ് ടു ചൂസ് എ സോഷ്യൽ ലിസണിംഗ് ടൂൾ ദാറ്റ് സ്യൂട്ട്സ് ഫോർ അവർ നീഡ്സ്. ഇപ്പോൾ ഹോട്ട്സ്യൂട്ട് അല്ലെങ്കിൽ ബ്രാൻഡ് വാച്ച്, മെൻഷൻ ഇങ്ങനെയുള്ള ഒരുപാട് ടൂൾസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ടൂൾസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? നമ്മുടെ ബ്രാൻഡ് മെൻഷൻസ് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളൊരു മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. പിന്നെ ഈ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായാൽ നമുക്ക് ഗ്രോത്തേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ കോമ്പറ്റീറ്റേഴ്സിന് ഒരു പ്രശ്നമായി നമ്മൾ ഒരിക്കലും കാണരുത്. നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയി വേണം എപ്പോഴും നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കാണാനായിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ മോണിറ്റർ ചെയ്യാനും നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയോട് നമ്മുടെ ഓഡിയൻസിന് എത്രയോ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സെന്റിമെന്റ്സ് ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ടൂൾസിന്റെ കാര്യവും അത് എന്തിനാണെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് ഇതെല്ലാം പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ. ഈ ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ റൈറ്റ് കീവേഡ്സ് ചൂസ് ചെയ്യേണ്ടത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ട്രാക്ക് relevant conversations. Now I'm offering you some SEO optimized keywords. You can use this. Brand names plus reviews, brand name plus complaints, industry specific keywords plus brand names, brand name plus competitors. കേട്ടപ്പോൾ തന്നെ ആ ഒരു ഫിൽറ്ററിങ് എങ്ങനെയായിരിക്കും എന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ അല്ലേ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഹൈലി ട്രെൻഡിങ് ആയി നിൽക്കുന്നതും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കുറവുള്ളതും എന്നാൽ ഹൈ സെർച്ച് വാല്യൂ ഉള്ളതുമായിട്ടുള്ള കീവേഡ്സ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീവേഡ്സ് യൂസ് ചെയ്താൽ നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് ആളുകൾ എന്താണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വി ക്യാൻ ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഇഷ്യൂസ് ഓർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് വി ക്യാൻ അഡ്ജസ്റ്റ് അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അക്കോർഡിംഗ്ലി. ഇനി സോഷ്യൽ ലിസണിംഗ് ത്രൂ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസ് ആയിട്ട് എഫക്റ്റീവായി എൻഗേജ് ചെയ്യാമെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ബ്രാൻഡിന്റെ കോൺവെർസേഷൻസ് മോണിറ്റർ ചെയ്യുമ്പോൾ യു ക്യാൻ ഐഡന്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ടു എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ് ആൻഡ് ത്രൂ ദാറ്റ് യു ക്യാൻ ബിൽഡ് റിലേഷൻഷിപ്പ് വിത്ത് ദം. ഞാനിപ്പോ ഒരു കൊച്ചു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഈ കോൺവെർസേഷൻസ് മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ഒരാൾ നിങ്ങളുടെ ബ്രാൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കമന്റ് ത്രൂ പറയുകയാണെന്ന് വെക്കുക. നിങ്ങൾക്ക് ആ കമന്റിന് ഒരു സൊല്യൂഷൻ ഓഫർ ചെയ്തുകൊണ്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും. സിമ്പിൾ. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസിനെ പോസിറ്റീവ് ഫേസിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ കൺവേ ചെയ്ത് നല്ലൊരു ഗുഡ് വിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിയും ഇത് ത്രൂ. Moreover, by social listening, it will be very helpful for you to identify brand ambassadors or influencers who are promoting your brands. And you can simply engage with them and just offer them some kind of incentives to continue promoting your brand to their followers. ഇത് ത്രൂ പബ്ലിക്കിൽ നിങ്ങളുടെ ബ്രാൻഡിനൊരു റീച്ച് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ലോയൽറ്റി ബിൽഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ സോഷ്യൽ ലിസണിങ്ങിനെ കുറിച്ച് മൊത്തമായി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാനും എല്ലാം വളരെ എഫക്റ്റീവായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ടൂളാണ് ഈ സോഷ്യൽ ലിസണിങ്. ഇപ്പോൾ സോഷ്യൽ ലിസണിങ്ങിനെ കുറിച്ച് ഏകദേശം ഒരു നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മോർ ഇൻഫർമേറ്റീവ്സിന് വേണ്ടി നിങ്ങൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. So we'll meet again with another informative video. Till then, it's me Shantalal signing off. Thank you so much for watching.